നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാടും മലപ്പുറം ജില്ലയിലും വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ. വയനാട് പ്രകമ്പനമുണ്ടായ സമയത്താണ് സംഭവം. ശബ്ദവും മുഴക്കവും സിസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജിയോളജി വിഭാഗം. തിരിച്ചറിയൽ കാർഡില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി യാത്രാ ഇളവ് അനുവദിക്കില്ലെന്ന് ഒറ്റപ്പാലത്തെ സ്വകാര്യ ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം ചർച്ച ചെയ്യാൻ പട്ടാമ്പിയിൽ യോഗം വിളിച്ചു ചേർത്ത പോലീസ്. അനങ്ങന്മലയിലെ കോറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട അധ്യാപകരുടെ ഉപവാസം. വരോട് KPSMM സ്കൂളിലാണ് ഉപവാസം നടന്നത്. സമീപത്തെ മറ്റ് സ്കൂൾ അധികൃതരും സമരത്തിന് പിന്തുണയുമായി എത്തി. കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ മണ്ണാർക്കാടും തെങ്കരയിലും കുടിവെള്ളം മുടങ്ങും. മേജർ കുടിവെള്ള പദ്ധതിയുടെ കിണറ്റിൽ മണലും ചെളിയും നിറയുന്നതാണ് പ്രശ്നം. പദ്ധതി നിർമ്മാണത്തിൽ അപാകതയെന്നും ആരോപണം. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജികയും. കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് C. രാജിക. സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് പ്രസിഡന്റ്. ശബരിമല നിറ ഉത്സവത്തിന് ഇത്തവണ ആനമങ്ങാട് കുന്നിന്മേൽ ക്ഷേത്രത്തിൽ നിന്നും കതിർ കൊണ്ടുപോകും. കതിർക്കറ്റ സമർപ്പിക്കുന്നതിനായി ക്ഷേത്രം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലത്തുൾപ്പെടെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദം കേട്ടത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ ചളവറ, പുലാക്കുന്ന്, ലക്കിടി, അകലൂർ, പനമണ്ണ, വാണിയംകുളം, പനയൂർ, വരോട്, ചെറുപ്പശ്ശേരി, കാറൽമണ്ണ എന്നിവിടങ്ങളിലെല്ലാം ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ ശബ്ദവും മുഴക്കവും സിസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജിയോളജി വിഭാഗം അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30യോടെയാണ് ഒറ്റപ്പാലത്തും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ഉഗ്രശബ്ദം കേട്ടത്. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ വിവിധ പ്രദേശങ്ങൾ, അലനല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഇത് ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തു. അത് ഒരു 10:10 ഉള്ളിലാണ് സംഭവം ഉണ്ടായത്. അത് ഏത് ഭാഗത്തുനിന്നാണെന്നൊരു വ്യക്തത ഇല്ലാത്തൊരു സൗണ്ടാണ് വന്നത്. നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല. ഇപ്പോൾ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ കിഴക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കുലുക്കം പോലെ ഒരു സൗണ്ട്, ഒരു എന്തായാലും പറയാ, ഒരു മുഴക്കം, അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടത്. എന്നിട്ട് ഉടനെ കൗൺസിലറെ വിളിച്ചിരുന്നു, ജിത്തുവിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ജിത്തു കേട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു കേട്ടില്ല എന്നാണ് പറഞ്ഞത്. അതൊരു തുടരായിട്ട് 2-3 സൗണ്ടാണ് കേട്ടത്. നോക്കുമ്പോൾ 3-4 പേരോട് വെച്ചപ്പോൾ എല്ലാവരും കേട്ടവരുണ്ട്. അപ്പോൾ ആർക്കും ഒരു സൈഡ് എവിടെ നോക്കുമ്പോൾ പറയാൻ പറ്റുന്നില്ല. അത് ഒരു ഇടി മുഴക്കാണെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റും. പിന്നെ ഒരു സൈഡ് പറയാൻ പറ്റും. ഇത് ഭൂമിയുടെ അടിയിൽ നിന്നാണ് 100% ഭൂമിയുടെ അടിയിൽ നിന്ന് കേട്ടമാരാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു തുടരായിട്ട് 2-3 കൂടുന്ന ഒരു 2-3 മുഴക്കം നോക്കുമ്പോൾ ഈ ആൾക്കാരെല്ലാവരും കേട്ട ആൾക്കാരാണ്. കാലൊക്കെ ആയപ്പോഴായിരുന്നു ഒരു ഇടി മുഴക്കത്തോടുള്ളൊരു ഉഗ്ര ശബ്ദം കേൾക്കുകയും ജനലുകളൊക്കെ ഒന്ന് ഷെയ്ക്കല്ല ഒരു ഇളകിന് പോലെ അനുഭവപ്പെടുകയും ചെയ്തു. അതേസമയം ശബ്ദവും മുഴക്കവും സിസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജിയോളജി വിഭാഗം അറിയിച്ചു. മുഴക്കം എന്തുകൊണ്ടാണെന്ന് സംബന്ധിച്ച് കൂടുതൽ വിശകലനങ്ങളും പരിശോധനകളും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും ജിയോളജി വിഭാഗം ജില്ലാ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും പരിസരങ്ങളിലും ഭൂമിക്കടിയിൽ നിന്നും പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. ശബ്ദവും ഭൂമിക്ക് വിറയലും അനുഭവപ്പെട്ടെന്ന് എടപ്പാൾ ചന്തക്കുന്ന് നിവാസികൾ പറഞ്ഞു. രാവിലെ ഒരു 10-10:15 സമയത്താണ് ഞാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം, നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ട് കേട്ടത്. ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട്. അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത്. അതിന്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മളത് അത്ര അങ്ങോട്ട് കാര്യമാക്കിയില്ല, എന്താണെന്ന് മനസ്സിലായില്ല. വെള്ളിയാഴ്ച രാവിലെ 10:30യോടെയാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടതെന്നും ചെറിയ രീതിയിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പുറത്ത് തിരുമ്പണ നേരത്തെ ശബ്ദം കേട്ടപ്പോ എന്താന്ന് അറിയില്ല, ഇടിവെട്ടുന്ന പോലത്തെ അങ്ങനെ ശബ്ദത്തിൽ തന്നെ കേട്ടു. കുറച്ച് ഉറക്കമുള്ള ശബ്ദം തന്നെ കേട്ടത്. പിന്നീട് മാധ്യമങ്ങളിൽ നിന്നാണ് വയനാട്ടിലും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഭൂചലനമുണ്ടായെന്ന വിവരം അറിഞ്ഞതെന്നും നാട്ടുകാർ പറഞ്ഞു. പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അങ്ങനെ കടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ TV ന്യൂസുകളൊക്കെ കണ്ടപ്പോഴാണ് വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള അത് ചാനലുകൾ കണ്ടത്. അപ്പം എനിക്കൊരു സംശയം തോന്നി. ഞാൻ അടുത്തുള്ള വീട്ടുകാരുടെ അടുത്ത് അപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോ, എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഒരു വൈബ്രേഷൻ, കുലുക്കവും സൗണ്ടും കേട്ടു എന്നുള്ളത് അടുത്ത വീട്ടുകാർ പറഞ്ഞു.
അതിനെല്ലാ വീട്ടുകാരുടെ അടുത്തും ചോദിച്ചപ്പോഴും അത് അവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊന്നും അധികം പോകാത്തതുകൊണ്ട് നമുക്ക് ശബ്ദ മലിനീകരണം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതേ തുടർന്ന് മാധ്യമപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും മറ്റും അറിയിക്കുകയും ചെയ്തു. സ്വകാര്യ ബസ്സുകളിൽ യാത്രാ ഇളവിനുള്ള തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് ഇനി ഇളവ് അനുവദിക്കില്ലെന്ന് ഒറ്റപ്പാലത്തെ ബസ് ഉടമകൾ. ഓഗസ്റ്റ് 10 മുതൽ കാർഡ് മുഖാന്തരം യാത്രാ ഇളവ് നൽകാമെന്നാണ് തീരുമാനം. ഓഗസ്റ്റ് 8 വരെയാണ് കളക്ടർ അധ്യക്ഷയായ സമിതി സമയം അനുവദിച്ചിരുന്നത്. 10-ാം തീയതി മുതൽ കാർഡ് മുഖാന്തരം യാത്രാ ഇളവ് നൽകാമെന്നാണ് ഒറ്റപ്പാലം ബസ് ഉടമ സംയുക്ത സമിതിയുടെ തീരുമാനം. സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പിങ്ക് കാർഡാണ് വേണ്ടത്. ഹയർ സെക്കൻഡറിയിലും സർവകലാശാലകളിലും പ്രൈവറ്റായും പഠിക്കുന്നവർ സ്ഥാപന മേധാവി മുഖാന്തരം അപേക്ഷിച്ച് RTO നൽകുന്ന കാർഡാണ് ഉപയോഗിക്കേണ്ടത്. യാത്രാ ഇളവിൻ്റെ തിരിച്ചറിയൽ കാർഡ് അനുവദിക്കുന്നതിനായി വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിട്ടുള്ളൂ. ഇതാണ് കാർഡില്ലാതെ ഇനി യാത്രാ ഇളവ് അനുവദിക്കില്ലെന്ന് ഉടമകൾ തീരുമാനിക്കുന്നതിന് കാരണം. വിദ്യാർത്ഥി കൺസെഷന്റെ ഭാഗമായിട്ട് സ്റ്റുഡന്റ് ഫെസിലിറ്റി കമ്മിറ്റി ജൂലൈ 12 നടന്നു. SCFC തീരുമാനിച്ചത് ഓഗസ്റ്റ് 7 കൺസെഷൻ കാർഡ് എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണമെന്നാണ്. അത് ഇതുവരെ ആരും മേടിച്ചിട്ടില്ല. ഓഗസ്റ്റ് 10 മുതൽ കൺസെഷൻ കാർഡ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിക്കും കൺസെഷൻ അനുവദിക്കുന്നതല്ല. ഈ കൺസെഷൻ കാർഡിന് അപേക്ഷ പോലും RTO ഓഫീസിൽ കൊടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. സ്ഥാപനത്തിലേക്കും തിരിച്ചും സഞ്ചരിക്കുന്നതിന് മാത്രമാണ് യാത്രാ ഇളവ് ഉണ്ടാകുക. അതും ഒരു ഭാഗത്തേക്ക് 40 കിലോമീറ്റർ എന്ന തരത്തിൽ മാത്രമേ ഇളവ് അനുവദിക്കൂ ജില്ലാ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളുമായി പോലീസ് രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ബസ് പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു. ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കാൻ ലക്ഷ്യമിട്ടാണ് SI K മണികണ്ഠന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളെയും അധ്യാപകരെയും സ്വകാര്യ ബസ് പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചത്. പട്ടാമ്പിയിലെ വിവിധ സ്റ്റോപ്പുകളിൽ വിദ്യാർത്ഥികളെ കണ്ടാൽ ബസ് നിർത്തുന്നില്ലെന്നും പലപ്പോഴും കുട്ടികൾ കയറുന്നതിന് മുമ്പ് ബസ്സുകൾ മുന്നിട്ടെടുക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സൂചിപ്പിച്ചു. വിദ്യാർത്ഥികളോട് ഇപ്പോഴും വിവേചനപരമായാണ് ബസ് തൊഴിലാളികൾ പെരുമാറുന്നതെന്ന ആക്ഷേപവും യോഗത്തിൽ ഉയർന്നു. ബസ്സുകൾ കിട്ടാത്തതുമൂലം വിദ്യാർത്ഥികൾ സ്കൂളിൽ വൈകിയെത്തുന്ന പ്രശ്നങ്ങൾ അധ്യാപകരും ചൂണ്ടിക്കാണിച്ചു. സ്വകാര്യ ബസ്സുകളിൽ 80% യാത്രക്കാരും വിദ്യാർത്ഥികൾ തന്നെയാണെന്നും റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് സമയം പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് പല സ്റ്റോപ്പുകളിലും നിർത്താൻ കഴിയാത്തതെന്നും ബസ് പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി. എനിക്കൊരു നിർദ്ദേശം പറയാനുള്ളത്, പല സ്കൂളുകളിലെയും സമയത്തിൽ ഒരു 10-15 മിനിറ്റുകൾ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്കും അതൊരു വലിയ ഗുണമായിരിക്കാം. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ യാത്രക്കാരിൽ ഒരു 80% ആളുകളും ഈ വിദ്യാർത്ഥികൾ തന്നെയാണ്. അത് ഇവർക്കൊക്കെ അറിയാവുന്ന നഗ്നമായ സത്യമാണ്. ഞങ്ങൾ പരമാവധി കുട്ടികളെ എല്ലാ സ്ഥലത്തൊന്നും കയറ്റി കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ടീച്ചർ പറയുന്ന ഒരു സംഭവം എനിക്കറിയാൻ പറ്റും. വരുന്നത് പല സമയത്തും അവിടുന്ന് പരാതി വരാറുണ്ട്, സ്റ്റേഷനിൽ വരാറുണ്ട്, വിദ്യാർത്ഥികൾ പ്രതിനിധികൾ വരാറുണ്ട്, ഞങ്ങളും വരാറുണ്ട്. ചില ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ആകുമ്പോൾ അവർക്ക് ഈ ഗുരുവായൂർക്ക് പോകാനുള്ള ബസ്സുകൾ 1-2 സ്റ്റോപ്പുകൾ ചിലപ്പോൾ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഇതിന് എന്ത് സൊല്യൂഷനാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല. കൂടുതൽ ബസ്സുകൾ വരുന്നത് ഞങ്ങളും സ്വാഗതം ചെയ്യുകയാണ് ഈ പീക്ക് ഔട്ട് ടൈമിലൊക്കെ. കാരണം ഈ ഓവർലോഡ് കയറ്റി പോയിട്ട് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സുഹൃത്ത് പറഞ്ഞില്ലേ കുണ്ടുകുഴികളിലൊക്കെ വിഷയം, അവിടുന്ന് ബസ്സുകൾ കയറിയിട്ട് ഒരു ചെറിയ ലോക്കാണ് അതിനുള്ളത്. ഇതിൽ ലോക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. എല്ലാ വണ്ടിക്കും ഓട്ടോമാറ്റിക് ഡോറുകളല്ല, മാനുവൽ ഡോറുകളുള്ള വണ്ടികൾ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതൊക്കെ കാലക്രമേണ അത് മാറ്റം വരുള്ളൂ. ഒരു മാനുവൽ ഡോർ വെക്കണമെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഡോർ വെക്കണമെങ്കിലും തമ്മിലുള്ള വ്യത്യാസം 30,000 രൂപയുടെ വ്യത്യാസമാണ്. അപ്പോൾ എല്ലാ ബസ്സുകൾക്കും അത് വെക്കാൻ കഴിയും. കൺസെഷൻ കാർഡില്ലാതെ വരുന്നവർക്കും ആനുകൂല്യം നൽകേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും ഇതാണ് പലപ്പോഴും തർക്കങ്ങൾക്ക് ഇടവരുത്തുന്നതെന്നും വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകുന്നുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സുഗമമായ യാത്രയ്ക്കാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി. SIക്ക് പുറമെ ട്രാഫിക് SI രാമകൃഷ്ണനും യോഗത്തിൽ സംസാരിച്ചു. പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനുള്ള കാരണം അപ്പോൾ കുട്ടികളായിട്ടുള്ള ആൾക്കാർ പിന്നെ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, സമയം ക്രമീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നോക്കുക. പിന്നെ നേരത്തെ കുട്ടികളെ കാത്തുനിൽപ്പിക്കുന്ന രീതി പരമാവധി ഒഴിവാക്കിക്കുക. ഒരു ഇപ്പം എങ്ങടാന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, പരസ്പരം ബഹുമാനം എന്നൊക്കെ പറയുന്നത് പരസ്പരം കൊടുത്തു വാങ്ങേണ്ട ഒരു സാഹചര്യങ്ങളാണ്. അല്ലാണ്ട് ഇതിങ്ങനെ ആവണം ഇങ്ങനെ ആവണം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാം. ഞാനിങ്ങനെ പെരുമാറണമെന്ന് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ആഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ലേ, ഇതിൻ്റെ രീതി എന്ന് വെച്ചാൽ ഒരു എക്സ്ചേഞ്ച് ആണല്ലോ. നമ്മളൊരാൾ വീഴാൻ പോകുമ്പോൾ കൈ പിടിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്.
അനങ്ങന്മലയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ അധ്യാപകരുടെ ഉപവാസം. വരോട് KPS-MM VHSC സ്കൂളിലായിരുന്നു ഈ ഉപവാസ സമരം. അനങ്ങന്മലയിലെ ക്വാറി ഉയർത്തുന്ന ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ ദിനത്തിലായിരുന്നു ഉപവാസം. വരോട് KPS-MM VHSC സ്കൂളിലെ അധ്യാപക അനധ്യാപകരാണ് ഉപവാസം അനുഷ്ഠിച്ചത്. 3 വിഭാഗങ്ങളിലായി 950 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ 50ഓളം ജീവനക്കാരാണ് ഉപവാസത്തിൽ പങ്കാളികളായത്. വിദ്യാർത്ഥികൾ പ്രാർത്ഥനാപൂർവ്വം അധ്യാപകർക്ക് സർവ്വവിധ പിന്തുണയുമായി ഒപ്പം ചേർന്നു. കിറ്റ് അനങ്ങന്മല, സേവ് അനങ്ങന്മല, സേവ് അസ് എന്നതായിരുന്നു മുദ്രാവാക്യം. വരോട് LP UP സ്കൂൾ, പനമണ്ണ LP UP സ്കൂൾ അധികൃതരും സമരത്തിന് പിന്തുണയുമായെത്തി. ഇതോടൊപ്പം വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് ഒപ്പിട്ട ഭീമഹർജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അയച്ചു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമടക്കം നിവേദനം അയച്ചിട്ടുണ്ട്. ഉപവാസം ഗാന്ധിയൻ രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. വലിയ മരങ്ങൾ ആ മരത്തിൻ്റെ നേരെ വളരെ ആഴത്തിൽ പോകും. നിങ്ങൾ ഏതൊരു അമ്പലത്തിൻ്റെ അവിടെ പോയി നോക്കുള്ളൂ, ആനമലയില്ലാത്ത അമ്പലങ്ങളാണ്. പൊതുസ്ഥലങ്ങളിൽ ആനമലകളുണ്ടെങ്കിൽ അതിൻ്റെ 4 പുറത്തെ കിണറ്റിൻ്റെ കൊണ്ട് കെട്ടുണ്ടാക്കി ആ കെട്ടില് ആളുകൾ വൈകുന്നേരം വന്നിരിക്കേണ്ട അത് ഓക്സിജൻ കൂട്ടാണ്. നഗരസഭാ കൗൺസിലറും PTA പ്രസിഡന്റുമായ T സബിത അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപകൻ SR പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. T കബീർ, K അബു താഹിർ, പ്രിൻസിപ്പൽ C രാജേഷ് കുമാർ, വിദ്യാർത്ഥികളായ L ദിൽഷാദ്, K അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക. കേരളത്തിൽ നിന്നും 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാത്രമാണ് ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. ഇതിലൊരാളാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക. ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക പാറുമ്പോൾ അതിന് സാക്ഷിയാകാൻ പോകുന്ന ആവേശത്തിലും അത്യാഹ്ലാദത്തിലുമാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക. കേരളത്തിൽ നിന്നും ഇത്തവണ ക്ഷണം ലഭിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാൾ C രാജികയാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിങ്ങനെ 5 പേർക്കാണ് കേരളത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 13 മുതൽ 17 വരെ നടക്കുന്ന വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണെന്നും 20 വർഷക്കാലം സ്വരാജ് ട്രോഫി നേടിയ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ അഭിമാനമുണ്ടെന്നും C രാജിക പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നിന്നും 2 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഒരു ജില്ലാ പ്രസിഡന്റ്, ഒരു ബ്ലോക്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് പഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അങ്ങനെ 5 പേർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13-ാം തീയതി മുതൽ ആഗസ്റ്റ് 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഞങ്ങൾ 5 പേര് പങ്കെടുക്കും. കണ്ണൂർ ജില്ലയിലെ പായം പ്രസിഡന്റ് ആണ്. പിന്നെ കൂടാതെ അങ്ങനെ 2 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് പങ്കെടുക്കുന്നത്. തുടർച്ചയായി 20 വർഷത്തോളം സ്വരാജ് ട്രോഫി ലഭിച്ച ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡൻ്റായത് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പ്ലെയിൻ കയറുക എന്നുള്ളത്, പ്ലെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. എന്തായാലും അടുത്ത മാസം ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകാനിരിക്കുകയായിരുന്നു. എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് ചരിതാർത്ഥ്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിനോടും ഒക്കെ അതിൻ്റെ കടപ്പാടും അഭിനന്ദനവും ആശംസയും അറിയിക്കുകയാണ്. ആദ്യമായി വിമാനത്തിൽ കയറാൻ കഴിയുന്നതിൻ്റെ സന്തോഷവും പ്രസിഡന്റിനുണ്ട്. കുടുംബശ്രീയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന് 25 വർഷമായി കുടുംബശ്രീ അംഗവും 10 വർഷം ചെയർപേഴ്സണും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ C രാജിക രാജ്യ തലസ്ഥാനത്തേക്ക് പോകുന്നതും പഞ്ചായത്തിനാകെ അഭിമാനമുണ്ടാക്കുന്ന ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. നിർമ്മാണം പൂർത്തിയാക്കാത്ത കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന പരാതിയിൽ വിജിലൻസ് മണ്ണാർക്കാട് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. LSTD ഓവർസിയർമാരായ അൻസാറിൻ്റെയും ലത്തീഫിൻ്റെയും മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത്. നഗരത്തിലെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അനധികൃതമായി നൽകിയെന്ന പരാതിയിലാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗം നഗരസഭയിൽ പരിശോധന നടത്തിയത്. വിജിലൻസിൻ്റെ പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ്
എഇയുടെ ചുമതലയുണ്ടായിരുന്ന അൻസാറിൻ്റെയും ഫീൽഡ് ഓവർസിയർ ലത്തീഫിൻ്റെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയത്. വിജിലൻസിൻ്റെ കണ്ടെത്തലും ഇവരുടെ മൊഴിയും ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് നൽകിയതായി വിജിലൻസ് അറിയിച്ചു. നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ മോശം ഇടപെടലുകളെക്കുറിച്ച് നഗരസഭാ സെക്രട്ടറി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിനെക്കുറിച്ച് കൗൺസിൽ യോഗത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ കൗൺസിലർ കെ മൻസൂറാണ് ഇക്കാര്യം സഭയിൽ അറിയിച്ചത്. ചില ഉദ്യോഗസ്ഥർ വഴിവിട്ട് ഇടപെടുന്നുണ്ടെന്നും അത് നിയന്ത്രിക്കണമെന്നും മൻസൂർ ആവശ്യപ്പെട്ടു. വിജിലൻസ് കയറി വിജിലൻസിന് ഇൻഫർമേഷൻ കൊടുത്ത ആളുകളൊക്കെ നമ്മൾ തന്നെയാണ്. ഈ ഫയൽ പറഞ്ഞു കൊടുത്ത ആൾ ഞാനാണ്, പാറക്കൽ ഹമീദ് ഖാൻ. എൻ്റെ ഒരു കാരണമുണ്ട്. ലക്ഷക്കണക്കിന് റുപ്യ പെട്ട ഉദ്യോഗസ്ഥന്മാർ വാങ്ങി എന്ന് നമ്മൾ ഇടക്കിടക്ക് ഞാൻ കൗൺസിൽ യോഗത്തിൽ പറയാറുണ്ട്. എൻ്റെ സ്ഥിതിയിൽ വലിയ ആക്ഷേപമുണ്ട്, ആളുകളുടെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, പണം വാങ്ങുന്നുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. അത് തെളിഞ്ഞുകൊണ്ട് വിജിലൻസ് അത് ശരിയാണ് എന്ന് പറഞ്ഞ് ശരിവെച്ചുകൊണ്ട് ഇവിടുത്തെ 2 ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിൽ നിന്ന് നോട്ടീസ് വന്നു. നമ്മൾ പറഞ്ഞത് ശരിയാണ്, ഇവിടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ലത്തീഫിനും ഒന്ന് അൻസാറിനും. ഈ 2 പേർക്കും വിജിലൻസ് കണ്ടുപിടിച്ച ഫയലിൽ മുഴുവൻ തെറ്റുണ്ട് എന്ന് പറഞ്ഞു. അതേസമയം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും നഗരസഭയിലുണ്ടെന്നും അവരുടെ ആത്മവീര്യം തകർക്കരുതെന്നും കൗൺസിൽ യോഗത്തിൽ മൻസൂർ പറഞ്ഞു. മണ്ണാർക്കാട് തെങ്കര മണലടിയിൽ വൻ കഞ്ചാവ് വേട്ട. വാടക വീട്ടിൽ സൂക്ഷിച്ച 16 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. തെങ്കര മണലടി പേങ്ങാട്ടിരി വീട്ടിൽ മുഹമ്മദ് ഷഫീഖ്, മണലടി കപ്പൂർ വളപ്പിൽ ബഷീർ എന്നിവരെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. ബഷീറിന്റെ വാടക വീട്ടിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടെ നമുക്കൊരു രഹസ്യവിവരം ലഭിക്കുകയാണ്. ഇങ്ങനെ മണലടി ചെക്ക് പോസ്റ്റിൽ 2 ആൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കഞ്ചാവ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്നൊരു രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി പരിശോധിച്ചിൽ ഈ 2 വ്യക്തികളെ അവിടെ കാണുകയുണ്ടായി. അവരെ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്തതിൽ നമുക്കൊരു സംശയം ജനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനനുസരിച്ച് നമ്മളവിടെ നിന്ന് ഇവരുടെ വീട്ടിലെത്തിയാണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ പരിശോധിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വീട്ടിൽ ഏകദേശം 15 കിലോയോളം കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ട്. കൃത്യം തൂക്കം പറയുകയാണെങ്കിൽ ഏകദേശം 15 കിലോ 900 ഗ്രാമുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികളാണ് നമ്മളിവിടെ ചെയ്തത്. ഇതിൻ്റെ സോഴ്സും കാര്യങ്ങളും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുണ്ട്. എവിടെ നിന്നാണ്, ആരാണ്, എന്താണ് കടത്തിക്കൊണ്ടുവരാൻ സഹായിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ, എവിടെ നിന്നാണ്, അതിൻ്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പട്ടാമ്പിയിൽ മയക്കുമരുന്ന് വേട്ട. മാരക മയക്കുമരുന്നായ MDMAയുമായി 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പട്രോളിങ്ങിനിടെയാണ് പട്ടാമ്പി മത്സ്യമാർക്കറ്റിന് സമീപമുള്ള ബൈപ്പാസ് റോഡിൽ വെച്ച് 2 യുവാക്കളെ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും 2.5 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA കണ്ടെടുത്തു. പട്ടാമ്പി സ്വദേശി 23-കാരനായ ഷാഹുൽ ഹമീദ്, കിഴായൂർ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ എന്നിവരെയാണ് SI കെ മണികണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പരിശോധന ശക്തമാക്കുമെന്ന് SI പറഞ്ഞു. 2 പ്രതികളെയും പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ മണ്ണാർക്കാടും തെങ്കരയിലും ശുദ്ധജലം മുടങ്ങും. മേജർ ശുദ്ധജല പദ്ധതിയുടെ കിണറിൽ മണൽ നിറയുന്നതാണ് കാരണം. പദ്ധതി നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണമെന്നും പറയുന്നുണ്ട്. കുന്തിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചാൽ കിണറ്റിൽ വെള്ളം നിറയുന്നതിനേക്കാൾ വേഗത്തിലാണ് മണൽ നിറയുന്നത്. പുഴയുടെ മധ്യത്തിൽ നിന്ന് കിണറ്റിലേക്കുള്ള ഇൻടേക്ക് ടണലിലൂടെ മണലും ചെളിയും ഒഴുകിയെത്തുന്നതാണ് കാരണം. പുഴയിലെ ഇൻടേക്ക് ടണലിൻ്റെ മുകളിൽ മൂടിയിരുന്ന സ്ലാബ് മാറ്റിയിട്ടുണ്ട്. ഇതോടെ ശക്തമായ ഒഴുക്കിൽ വൻതോതിലാണ് ചെളി നിറയുന്നത്. ഇൻടേക്കിലൂടെ കിണറ്റിലേക്ക് ചെളി കയറുന്നത് തടയാനുള്ള സംവിധാനം ഇവിടെയില്ല. ഓരോ തവണയും കിണറ്റിൽ 15 അടിയിലേറെ ഉയരത്തിലാണ് ചെളി നിറയുന്നത്. മോട്ടോറിൻ്റെ ഫുട് വാൽവും കടന്ന് ചെളി മൂടുന്നതോടെ പമ്പിംഗ് മുടങ്ങും. മോട്ടോറിൽ ചെളി കയറി കേടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു മോട്ടോർ നിലവിൽ കേടായി. ഇത്തരത്തിൽ കിണറ്റിൽ ചെളി നിറഞ്ഞതിനാൽ ഈ വർഷം ജൂൺ മാസത്തിലും ഈ അടുത്ത ദിവസങ്ങളിലും പമ്പിംഗ് മുടങ്ങി.
ജൂണിൽ 8 ദിവസത്തോളമാണ് ശുദ്ധജല വിതരണം മുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വീണ്ടും ചെളി നിറഞ്ഞ പമ്പിംഗ് തടസ്സപ്പെട്ടു. കംപ്രസറും മോട്ടോറും ഉപയോഗിച്ച് ദിവസങ്ങളായി ചെളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂണിൽ നിറഞ്ഞ ചെളി പൂർണ്ണമായും നീക്കിയിരുന്നില്ലെന്നാണ് അറിയുന്നത്. പുഴയിൽ വെള്ളം കയറിയാൽ ശുദ്ധജലം മുടങ്ങുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ആവശ്യം. ശബരിമലയിലെ നിറമഹോത്സവത്തിന് കതിർക്കറ്റ് സമർപ്പിക്കുന്നതിന് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്ര പാടശേഖരത്തിൽ കൊയ്ത്ത് മഹോത്സവം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭക്തർ കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും. ശബരിമലയിലെ നിറ ഉത്സവത്തിന് ഇപ്രാവശ്യം ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നെൽക്കതിർ കൊണ്ടുപോകും. ഇതിന്റെ ഭാഗമായി കതിർക്കറ്റകൾ ഒരുക്കുന്നതിനാണ് ക്ഷേത്രം വകയായുള്ള പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. ഭക്തർ കൂട്ടമായി കൊയ്ത്തുത്സവത്തിൽ പങ്കാളികളായി. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയാണ് ശബരിമലയിൽ നിറ ഉത്സവം നടക്കുന്നത്. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഭക്തജനങ്ങൾ കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും. ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തുന്നതോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഉത്സവത്തിൻ്റെയും കലകളുടെയുമെല്ലാം പ്രധാന കേന്ദ്രം കൂടിയാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രസമിതിയും ഭക്തജനങ്ങളും കാർഷിക സംസ്കൃതിയെ ചേർത്ത് നിലനിർത്തിപ്പോരുന്നു. ക്ഷേത്രം വകയായുള്ള 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ എല്ലാ വർഷവും നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. ഓരോ വർഷവും നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലേക്ക് നിറോത്സവത്തിന് ഇവിടെ നിന്ന് കതിർ കൊണ്ടുപോകുന്നത് പതിവാണ്. ശബരിമലയിലെ നിറോത്സവത്തിന് ആനമങ്ങാട് കുന്നിന്മേൽ പാടശേഖരത്തിൽ നിന്നും കതിർ കൊണ്ടുപോകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രാധാന്യം. ആദ്യമായാണ് ഇവിടെ നിന്നും ശബരിമലയിലേക്ക് കതിർ കൊണ്ടുപോകുന്നത്. നിറപുത്തിരിയുമായി ബന്ധപ്പെട്ട് കർഷകൻ ഒരു വർഷത്തെ ഐശ്വര്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണിത്. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ സമർപ്പണത്തിൽ പങ്കാളികളാകുന്നു. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിനായി എല്ലാവരും പരദേവതയുടെ അനുഗ്രഹത്തിനായി ദേശത്തെ ക്ഷേത്രങ്ങളിൽ നിറകതിർ സമർപ്പിക്കുന്നു. ഇപ്രാവശ്യം ശബരിമലയിൽ നിറകതിർ സമർപ്പിക്കുന്നതിനുള്ള മഹാഭാഗ്യം നമ്മുടെ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന 11 ഞായറാഴ്ച കാലത്ത് 8 മണിക്ക് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഏകദേശം 100ഓളം വരുന്ന ഭക്തജനങ്ങളാണ് കതിർക്കറ്റയുമായി ശബരിമലയിലേക്ക് പോകുന്നത്. വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പല ദിവസങ്ങളിലാണ് ഈ വർഷത്തിൽ നിറ ഉത്സവം നടക്കുന്നത്. ഇതിനാൽ ഇപ്രാവശ്യം വ്യത്യസ്ത മൂപ്പുള്ള ഉമ, കാഞ്ചന, PT7 എന്നീ വിത്തുകൾ ഉപയോഗിച്ചാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി NP മുരളി, ക്ഷേത്ര കമ്മിറ്റി അംഗവും കർഷകനുമായ ജയപ്രകാശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൊയ്ത്തുത്സവം നടന്നത്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കാർഷിക അഭിവൃദ്ധിയും കൈവരണമെന്ന് പ്രതീക്ഷയർപ്പിക്കുന്ന ഇല്ലനിറ ഉത്സവത്തിന്റെ കാലം കൂടിയാണ് ഭക്തർക്കിത്. കർക്കിടക മാസത്തിൽ വാവ് കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ക്ഷേത്രങ്ങളിലും നിറ ആഘോഷിച്ചു വരുന്നു. കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി പാരമ്പര്യമായി എല്ലാ കാലത്തും ആഘോഷിച്ചു വരുന്ന ഒരു ആചാരപ്രധാനമുള്ള ആഘോഷമാണ് നിറ. ഇല്ലനിറ, വല്ലനിറ, കൊല്ലനിറ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇല്ലനിറ എന്ന് പറഞ്ഞാൽ വീട്ടിൽ മുഴുവൻ ഐശ്വര്യം ഉണ്ടാവട്ടെ. വല്ലനിറ കുട്ട നിറയട്ടെ. അതുപോലെ തന്നെ കൊല്ലനിറ ഒരു വർഷം മുഴുവൻ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന ആചാരം ഇന്നും ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ എല്ലാ കൃഷിയിടങ്ങളിലും നടന്നു വരുന്നു. ഓൺലൈൻ പടക്ക വ്യാപാരം തടയണമെന്ന് പെരിന്തൽമണ്ണയിൽ നടന്ന ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുവാനും സംഘടന ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരി വ്യവസായി സമിതി ഓഫീസിലാണ് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ നടന്നത്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റും പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിലറുമായ K. സുബ്രഹ്മണ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TP അബ്ദുൽ അലി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ആവശ്യങ്ങൾ, പടക്ക വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൺവെൻഷനിൽ ചർച്ച ചെയ്തു. ഓൺലൈൻ പടക്ക വ്യാപാരം നിർത്തലാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ലെനിൻ സംഘടനയുടെ സംസ്ഥാന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഓൺലൈൻ കച്ചവടം നിരോധിച്ചിട്ടുണ്ട്. കേരളത്തിൽ
വിഷയവുമായി ബന്ധപ്പെട്ട് കത്ത്. ഈ ഓൺലൈൻ വ്യാപാരം ശിവകാശിയിലുള്ള ചിലർ, ലൈസൻസ് പോലും ഇല്ലാത്തവർ, GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർ, ഒരു ഫോൺ നമ്പറും തന്റെ മേൽവിലാസവും ഉപയോഗിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി കൊറിയർ സർവീസിലൂടെ ഒപ്പം തന്നെ ബസ്സിലും മറ്റേ ലോറി സർവീസിലും ഈ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്ത ഇന്ത്യയിലെ ഏക അസോസിയേഷനാണ് ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പ്രശാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ മുതിർന്ന പടക്ക വ്യാപാരി PM മാറ്റക്കോയ തങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇൻഷുറൻസ് ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച് സംസ്ഥാന ട്രഷറർ V. ഉണ്ണികൃഷ്ണൻ വിവരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിജിൽ, ജില്ലാ ട്രഷറർ C. വിനോദ്, AP വിനോദ്, സ്വാഗത സംഘം ചെയർമാൻ സലാം ഗൾഫോൺ, വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് PP അബ്ബാസ്, യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിയിൽ, സെക്രട്ടറി ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ FDA സംഘടന ഒരു വീട് നിർമ്മിച്ചു നൽകും. ഇതിലേക്കുള്ള ധനസഹായം ചടങ്ങിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് കൈമാറി. പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ C. ബാബുരാജ്, സീനിയർ ഫയർ ഓഫീസർ K. സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസും നടന്നു. വിമർശനത്തെ രചയിതാക്കൾ ഭയപ്പെടുന്നുവെന്ന് പ്രശസ്ത സാഹിത്യ നിരൂപകൻ KC നാരായണൻ. കേരള സാഹിത്യ അക്കാദമിയുടെ 2023 വർഷത്തെ CB കുമാർ സ്മാരക പുരസ്കാരം ലഭിച്ചതിൻ്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരത്തെ സാംസ്കാരിക കൂട്ടായ്മയായ സർഗലയ നൽകിയ ആദരവിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സിനിമാ പ്രവർത്തകരുടെ സമ്മർദ്ദം മൂലം സിനിമാ നിരൂപണം എങ്ങനെ അപ്രത്യക്ഷമായോ അതുപോലെ സാഹിത്യ നിരൂപണവും അപ്രത്യക്ഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് KC നാരായണൻ പറഞ്ഞു. സിനിമക്കാർ പറഞ്ഞു ഞങ്ങൾ 8 കോടിയും 10 കോടിയും ചെലവാക്കിയിട്ടാണ് ഈ പടം. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവായിട്ടൊരു കമൻറ്റ് പറയാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അത് പക്ഷേ ഞങ്ങളുടെ വരുമാനത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇടിച്ചു താഴ്ത്തും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പരിപാടി നിന്ന് പിൻവലിഞ്ഞാൽ കൊള്ളാം എന്ന് ഈ സിനിമകളുടെ നിർമ്മാതാക്കളും ഒക്കെ ഒരൊറ്റ ഭീഷണി സ്വരത്തിലും നിങ്ങൾക്ക് പരസ്യം കിട്ടില്ല. ഭീഷണി സ്വരത്തിലും അതല്ലാതെ മര്യാദയുടെ സ്വരത്തിലും അപേക്ഷയുടെ സ്വരത്തിലും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഈ പരിപാടി പിൻവാങ്ങി. നമ്മൾ സിനിമാ വിമർശനം, ഒരു സിനിമ പണ്ടിപ്പോൾ കളിത്തോഴൻ എന്നൊരു സിനിമ വന്നു, അത് പത്രങ്ങളിൽ അവരവർക്ക് ആളുകളുടെ അഭിപ്രായം പറയാം. ഇപ്പോൾ അതില്ല. അങ്ങനെ ക്രമേണ ഈ സിനിമയെ പറ്റിയിട്ട് നല്ലത് പറയുക എന്നുള്ളതല്ലാതെ നല്ലതല്ലാത്ത ഒന്നും പറയാൻ ആരും അങ്ങനെ മാറി. ഈ ഒരു പ്രവണത എല്ലാത്തിനും ബാധിച്ചു. സാഹിത്യ നിരൂപണത്തിനും ബാധിച്ചു. സിനിമാ നിരൂപണം എങ്ങനെ അപ്രത്യക്ഷമായോ അതേ രീതിയിൽ സാഹിത്യ കൃതികളെ പറ്റിയിട്ട് ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും മാറി ഇല്ലാതെ. അതെന്താ വെച്ചാൽ പല കാരണങ്ങളുണ്ട്. സർഗലയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിമ്പുഴ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് മൊമറ്റോ നൽകി ആദരിച്ചു. സർഗലയ സെക്രട്ടറി PV ശശിധരൻ സംസാരിച്ചു. തുടർന്ന് നടന്ന സാഹിത്യ സംവാദത്തിൽ ബിജു പൊയ്കയിൽ, K. വിദ്യാധരൻ, സംഗീത് S, ഓമന T, കുട്ടികൃഷ്ണൻ CK, U. കുഞ്ഞാമു, ഓമന ഉണ്ണി, C. ഖാലിദ്, ശ്രീരാഗ് തോട്ടര, സെബിൻ ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുകൽ മണലുംപുറത്ത് ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാൻ നടപടിയായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദേശീയപാത അധികൃതരെ വിഷയം അറിയിച്ചിട്ടും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും കുഴികളുടെ എണ്ണവും വലിപ്പവും കൂടുകയാണ്. മണലുംപുറത്തെയും തൊടുകാപ്പ് പാലത്തിന് സമീപത്തെയും കുഴികൾ കണ്ടാൽ ആരും ഭയക്കും. അത്രയ്ക്കും ആഴത്തിലുള്ളതാണ് ഓരോ കുഴികളും. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ഓരോ ദിവസവും ഈ കുഴികളുടെ എണ്ണവും വലുപ്പവും വർദ്ധിക്കുകയാണ്. അപകടങ്ങളാണെങ്കിൽ നിത്യക്കാഴ്ചയും. കുഴിയുണ്ടെന്ന മുന്നറിയിപ്പ് ബോർഡാണ് ഈ ഉയർന്നു കാണുന്നത്. ഇതിൽ കാണിച്ച ചിത്രം കുഴിയെയല്ല സൂചിപ്പിക്കുന്നതെങ്കിലും എന്തോ ഒരു മുന്നറിയിപ്പാണ് റോഡിൽ ഇറക്കി വെച്ചതെന്ന് ഡ്രൈവർമാർക്ക് മനസ്സിലാകും. വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കും, അപകടം ഒഴിവാകും. അത്രയേ ഉള്ളൂ ഉദ്ദേശം. വർഷക്കാലം തുടങ്ങിയ മുതൽ രൂപപ്പെട്ടതാണ് ഈ കുഴികൾ. ശാസ്ത്രീയമായി കുഴികളടക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതരെ അറിയിച്ചെങ്കിലും
ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ജനങ്ങളിപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ആ പ്രദേശത്ത് രംഗത്ത് വരികയാണ്. മുന്നറിയിപ്പ് ബോർഡുകളും അതുപോലെ തന്നെ മുന്നറിയിപ്പ് ബോർഡുകളെടുത്ത് കുഴികളിൽ നിക്ഷേപിച്ചും അതുപോലെ തന്നെ വാഴ നട്ടുമൊക്കെയുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേശീയപാത അധികൃതർ ഈ നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ജനങ്ങളെ കൂടി പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ടി വരും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്ന ഒരു സമീപനം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും അടിയന്തരമായി ഈ പ്രദേശത്തെ കുഴികൾ നികത്തണമെന്നുമാണ് ആവശ്യപ്പെടാനുള്ളത്. കുഴികളിൽ വാഹനങ്ങൾ ചാടി അപകടങ്ങൾ പതിവായതോടെ കഴിഞ്ഞ ദിവസം വാഴനട്ടും ഇവിടെ പ്രതിഷേധമറിയിച്ചിരുന്നു. എന്തൊക്കെ രീതിയിൽ പ്രതിഷേധിച്ചാലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന രീതിയിലാണ് ദേശീയപാത അധികൃതരുടെ സമീപനം. വയനാട് ദുരിതബാധിതർക്ക് സഹായവുമായി ശ്രീകൃഷ്ണപുരത്തെ ഹരിതകർമ്മസേനയും ദിവസക്കൂലിയിൽ നിന്നും നീക്കിവെച്ച തുക ഇവർ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ അവരുടെ ദിവസക്കൂലിയിൽ നിന്നും നീക്കിവെച്ച തുകയാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഹരിതസേന പ്ലാസ്റ്റിക് യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ വെച്ച് സേനാംഗങ്ങൾ ചേർന്ന് 10,000 രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക്ക് കൈമാറി. വയനാടിനൊരു കൈത്താങ്ങ് എന്ന നിലയിൽ നമ്മുടെ എല്ലാ സാമൂഹ്യ സംഘടനകളൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഈ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ തന്നെ മാതൃകാപരമായി ആദ്യം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒരു ദിവസത്തെ വേതനമാണ് ഇന്ന് പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ചെറിയൊരു താങ്ങായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാജിദ്, പഞ്ചായത്ത് അംഗം MK പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് VOമാരായ അംബിക, സനോജ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന, ഹരിതകർമ്മസേന ഭാരവാഹികളായ സത്യഭാമ, സരിത, സുമിത, രാജി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് ദുരിതബാധിതർക്കായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പ്രസിഡന്റ് C രാജിക തുക K പ്രേംകുമാർ MLAക്ക് കൈമാറി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ തൻ്റെ 1 മാസത്തെ ഓണററിയും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, അംഗങ്ങളായ MK ദ്വാരകാനാഥൻ, K കോയ, KK ലിനി, ജയശ്രീ, സെക്രട്ടറി S പ്രകാശ്, പുഷ്കരൻ പിള്ള, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B രാജേഷ്, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇത്തരം ഒരു പ്രയാസത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ നാടിനെ കരകയറ്റുന്നതിന്, അവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതിന് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRFിലേക്ക് സംഭാവന ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. DYFIയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് പച്ചക്കറി തൈകൾ വിൽപ്പന നടത്തി ധനസമാഹരണം നടത്തുകയാണ് എടത്തനാട്ടുകര DYFI മേഖലാ കമ്മിറ്റി. കോട്ടപ്പള്ളിയിൽ വെള്ളിയാഴ്ച തുടങ്ങിയ ചന്തയിൽ സ്റ്റാൾ തുടർന്ന് ശനിയാഴ്ചയും പ്രവർത്തിക്കും. റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ധനസമാഹരണമാണ് മുഖ്യ ലക്ഷ്യം. ഒപ്പം ഓണത്തിനുള്ള പച്ചക്കറികൾ സ്വന്തം വീട്ടിൽ വിളയുകയും ചെയ്യും. ഒരു ഉദ്യമത്തിൽ 2 കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് DYFI എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി പച്ചക്കറി തൈകൾ വിൽപ്പന നടത്താൻ തീരുമാനിച്ചതെന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം പ്രജീഷ് പുളക്കൽ പറഞ്ഞു. മിടുക്കിയായ ഒരു വയനാടിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എടത്തനാട്ടുകരുടെ DYFIയുടെ യുവജന നേതാക്കൾ, അതുപോലത്തെ ഇവിടുത്തെ യുവജന സംഘടന ഒട്ടാകെ കേരളത്തിൽ ആദ്യമായി ഒരുപക്ഷെ മറ്റിടങ്ങളിലൊന്നും കാണാത്ത ഒരു സംവിധാനത്തിലൂടെ, കാരണം നമ്മുടെ ഓണം വരാൻ പോവുകയാണ്. അപ്പോൾ ഓണത്തിനോട് പച്ചക്കറി, നമ്മുടെ വീട്ടിലൊരു മുറം പച്ചക്കറി എന്നുള്ള സർക്കാർ പദ്ധതിക്ക് അതിനോടുകൂടി ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായത്തോടെയും അതുപോലെ തന്നെ എല്ലാ വ്യക്തി, രാഷ്ട്രീയ, ജാതി, മതഭേദമന്യേ എല്ലാവരിൽ നിന്നും ഈ തൈകൾ വിതരണം ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന പണം അതെത്രയാണോ ആ പണം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് കോട്ടപ്പള്ളിയിലെ വെള്ളിയാഴ്ച ചന്തയിൽ തുടങ്ങിയ സ്റ്റാൾ ശനിയാഴ്ചയും പ്രവർത്തിക്കും. മുളക്, വഴുതന, തക്കാളി എന്നിവ തൈക്ക് 4 രൂപ നിരക്കിൽ സ്റ്റാളിൽ നിന്നും ലഭ്യമാകുമെന്ന് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി അംഗം M കൃഷ്ണകുമാർ പറഞ്ഞു. എടത്തനാട്ടുകരയിൽ സംഘടിപ്പിച്ചിട്ടുള്ള തൈ ചലഞ്ചാണ്. അതുപോലെ തന്നെ മുളകും തൈ, വഴുതന തൈ, തക്കാളി തൈ തുടങ്ങിയ തൈകൾ വിൽപ്പന നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം DYFIയുടെ നേതൃത്വത്തിൽ വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു തൈ ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 20,000 ഹൈബ്രിഡ് തൈകളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്.
മേഖലാ പ്രസിഡന്റ് അമീൻ മഠത്തൊടി, ട്രഷറർ VT ശിഹാബ്, മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ M ശിവപ്രകാശ്, TK രാജേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ P ജാഫർ, K ഗഫൂർ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ M ജംഷീർ, S രോഹിത്, NK റഷീദ്, M താഹിർ, V സുധീഷ്, A വിജേഷ്, C ഗിരീഷ്, SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം M അർഷക്, M ജിനേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് വ്യാപാര ഭവന് മുന്നിൽ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി സലീം സിഗ്നൽ, ട്രഷറർ സുരേഷ് ബാബു, മുൻകാല നേതാക്കളായ C സിദ്ദിഖ്, കമറുദ്ദീൻ, മുസ്തഫ ഹാജി, അബൂബക്കർ ഷിബാസ്, വർക്കിംഗ് പ്രസിഡന്റ് ബഷീർ ബസ്റ്റോ, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ, വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് കണ്ണിയമ്പുറം, മുജീബ് ശബനം എന്നിവർ സംസാരിച്ചു. നെല്ലായ എഴുവന്തല ഈസ്റ്റ് AMLP സ്കൂൾ 2024-2025 വർഷത്തെ ബണ്ണി യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡാഫോഡിൽസ് നെല്ലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വസന്തൻ നിർവഹിച്ചു. വയനാട് ദുരിതബാധിതർക്കായി ബണ്ണി യൂണിറ്റിന്റെ ധനസമാഹരണവും ആരംഭിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഒറ്റപ്പാലം ഡിസ്ട്രിക്ട് കമ്മീഷണർ KK റഹീമ ചടങ്ങിൽ മുഖ്യപ്രഭാഷണവും 2023-2024 അധ്യയന വർഷത്തെ ബണ്ണി കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. പ്രധാന അധ്യാപിക ബേബി സജി അധ്യക്ഷയായി. സ്കൂളിലെ ബണ്ണി ലീഡർ ദിവ്യ K, PTA പ്രസിഡന്റ് ജിനേഷ് K, MPTA പ്രസിഡന്റ് ജയഭാരതി, വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി, PTA വൈസ് പ്രസിഡന്റ് നൌഷാദ് CP എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഈ വർഷത്തെ ബണ്ണി കുട്ടികൾ ബണ്ണി ലോ ചൊല്ലി തുടക്കം കുറിച്ചു. കലാപരിപാടികളുമുണ്ടായി. വയനാട് ദുരിതബാധിതർക്കായി ഡാഫോഡിൽസ് ബണ്ണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണവും ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനവും നെല്ലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വസന്ത നിർവഹിച്ചു. LKGയിൽ പഠിക്കുന്ന മുഹമ്മദ് യാസിൻ K തന്റെ സമ്പാദ്യക്കുടുക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സ്കൂളിലെ മുഴുവൻ കുട്ടികളും തങ്ങളാൽ കഴിയുന്ന തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയ്ക്കായി ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ കൈമാറി. ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ, സെക്രട്ടറി PM സൗമ്യ, മറ്റ് ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ P മമ്മിക്കുട്ടി MLA സംഭാവന ഏറ്റുവാങ്ങി. എല്ലാം നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടു, വസ്തുവകൾ നഷ്ടപ്പെട്ടു, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു. എല്ലാ ജീവിത സന്ധാരണ മാർഗങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് അവശേഷിക്കുന്ന ആളുകളെ ഉൾപ്പെടെ, കുടുംബങ്ങളെ ഉൾപ്പെടെ, കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനുമൊക്കെ ആവശ്യമായ തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു ഒഴുക്കാണ് നമ്മുടെ കേരളത്തിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കേരളത്തിൽ മാതൃകാപരമായി നടക്കുകയാണ്. അത്തരമൊരു ശ്രമത്തിൽ പങ്കാളിയാകാനാണ് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ജീവകാരുണ്യപരമായ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലാണ് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ. വാണിജ്യ വാർത്തകൾ. പൊന്നോണത്തെ വരവേൽക്കാൻ ഉപഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസുമായി ഒറ്റപ്പാലം കന്നിഹ വെഡ്ഡിംഗ് സെന്റർ. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നൽകുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 1/2 ലക്ഷം രൂപയും 5 പേർക്ക് 10,000 രൂപ വീതവുമാണ് ഇത്തവണ നൽകുന്നത്. ഓണം മഹാസെയിലിനും വെള്ളിയാഴ്ച മുതൽ തുടക്കമായി. വസ്ത്രവ്യാപാര രംഗത്ത് ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ കനിഹ വെഡ്ഡിംഗ് സെന്റർ ഈ ഓണത്തിന് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസാണ്.
500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നൽകുന്ന സ്പെഷ്യൽ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വിജയിക്ക് 50,000 രൂപയും മറ്റ് 5 പേർക്ക് 10,000 രൂപ വീതവുമാണ് ഇത്തവണ കനിഹ നൽകുന്നത്. സെപ്റ്റംബർ 22 ഞായറാഴ്ചയാണ് സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ്. കൂടാതെ കനികയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പണുകളും സർപ്രൈസ് ഗിഫ്റ്റുകളും ഈ ഓണം പർച്ചേസിനൊപ്പം നൽകുന്നുണ്ട്. ഇതിനു പുറമെ നിർധനരായ അർഹതപ്പെട്ട 100 പേർക്ക് ഓണപ്പുടവയും ഇത്തവണ നൽകുന്നുണ്ട്. ഓണത്തോടനുബന്ധിച്ചുള്ള ഓഫറുകളുടെ പ്രചരണത്തിനും വിൽപ്പനയ്ക്കും വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ് പ്രചാരണത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ചു. അതാത് സമയങ്ങളിൽ വരുന്ന നമ്മളുടെ ആഘോഷ പരിപാടികളായാലും പോലെ ഓണാഘോഷ പരിപാടികളനുബന്ധിച്ചുകൊണ്ട് ഇപ്രാവശ്യം കനിഹ വെഡ്ഡിംഗ് സെൻറ്റർ നമ്മളെ ഉപഭോക്താക്കൾക്കായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് 1,00,000 രൂപയുടെ സമ്മാന പദ്ധതിയാണ്. അതിൽ ബമ്പർ പ്രൈസ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അങ്ങനെ വിവിധ സമ്മാന പദ്ധതികളോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം കനിഹ വെഡ്ഡിംഗ് സെൻറ്റർ ഒറ്റപ്പാലത്ത് ഈ ഓണാഘോഷ പരിപാടികളുമായി അല്ലെങ്കിൽ ഓണ ആഘോഷവുമായി ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്നിവരുടെ സ്ഥാപനത്തിൽ അവരുടെ ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ കനിഹയിൽ വരികയും കനിഹയിലെ പർച്ചേസിനോടൊപ്പം സഹകരിക്കുകയും അതോടൊപ്പം തന്നെ വയനാട്ടിലേക്കുള്ള പ്രളയബാധിത മേഖലയിലേക്കുള്ള സംഭാവനകളുമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഈ അവസരത്തിലുണ്ടാവണമെന്നും കനിഹ വെഡ്ഡിംഗ് സെൻറ്റർ സന്ദർശിക്കുകയും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ തീർച്ചയായും എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ ഈ വർഷവും ഉണ്ടാവണമെന്നും ഇത്തരം പദ്ധതികൾ അതുമാത്രമല്ല കനിഹ ഒരു വലിയൊരു പദ്ധതിയും കൂടിയാണ് ഈ ഓണത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് നിർധനരായിട്ടുള്ള 100ഓളം ആളുകൾക്ക് ഓണപ്പുടവ എന്നൊരു സംവിധാനം കൂടി ഇപ്രാവശ്യം കനിഹ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനിഹ വെഡ്ഡിംഗ് സെൻറ്ററിൻ്റെ മുഴുവൻ ഇതിൻ്റെ മാനേജ്മെൻറ്റിനും അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം നിന്ന് സഹകരിക്കുന്ന സ്റ്റാഫുകൾക്കാണെങ്കിലും എല്ലാവർക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ഈ ഓണത്തോടൊപ്പം ഞങ്ങളെല്ലാ സഹകരണങ്ങളും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി സലീം, ട്രഷറർ കെ ടി സുരേഷ് ബാബു, വർക്കിംഗ് പ്രസിഡന്റ് പി വി ബഷീർ, വൈസ് പ്രസിഡന്റുമാരായ എം വി മുജീബ്, എൻ പി രാജു രാജേഷ്, ഇ കെ മുഹമ്മദ് ഷെബിൻ, സെക്രട്ടറിമാരായ സി ഹസൻ ബാവ, പി വി മുഹമ്മദ് റാഫി, കെ പി ഹബീബുദ്ദീൻ, സി ബി അഹമ്മദ് ജാസിം, പാർട്ണർമാരായ മുസ്തഫ, അബ്ദുൽ നിസാർ, മാനേജർ കെ കെ മാങ്കുർശി, വ്യാപാരി സുഹൃത്ത് ഇക്ബാൽ, മനാഫ്, സലീം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കനിഹയുടെ ഉടമകളായ അബ്ദുൽ ബാരി, മുഹമ്മദ് അനസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വെറൈറ്റി കളക്ഷനുകൾ തന്നെയാണ് ഇത്തവണയും കനിഹ വെഡ്ഡിംഗ് സെന്റർ 2 നിലകളിലായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മാനേജർ കെ കെ മാങ്കുർശി പറഞ്ഞു. വസന്തം ഗ്രൂപ്പിലെ ബ്രാഞ്ചായ കനിഹ വെഡ്ഡിംഗ് സെൻറ്റർ പ്രാവശ്യം ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്മാന പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെയാണ് 1,00,000 രൂപയും, ഒന്നാം സമ്മാനം 6,00,000വും, 5 പേർക്ക് 10,000 വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ 100 ആൾക്ക് ഓണപ്പുടവ എന്ന് നമ്മൾ സൗജന്യമായിട്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അത് കൊടുക്കുന്നതാണ്.
ഈ പറഞ്ഞ പോലെ നമ്മളെ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലാതെ പല സംഘടനകളായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അവനവനാകുന്ന വിധത്തിൽ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും സഹായം എത്തിക്കണമെന്നാണ് ഞാൻ കൂടി അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കനിഹയുടെ വന്ന് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സഹകരണത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഓണം കനിഹയോടൊപ്പമാണ്. നമ്മൾ ഒരുപാട് വിലക്കുറവ്, പുതിയ ട്രെൻഡി ഐറ്റംസ്, അതിന് പുറമെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കനിഹയുടെ വന്ന് പർച്ചേസ് ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാടും മലപ്പുറം ജില്ലയിലും വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ. വയനാട് പ്രകമ്പനമുണ്ടായ സമയത്താണ് സംഭവം. ശബ്ദവും മുഴക്കവും സിസ്മോഗ്രാഫിൽ ഭൂകമ്പമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ജിയോളജി വിഭാഗം. തിരിച്ചറിയൽ കാർഡില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി യാത്രാ ഇളവ് അനുവദിക്കില്ലെന്ന് ഒറ്റപ്പാലത്തെ സ്വകാര്യ ബസ് ഉടമകൾ. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം ചർച്ച ചെയ്യാൻ പട്ടാമ്പിയിൽ യോഗം വിളിച്ചു ചേർത്ത പോലീസ്. അനങ്ങന്മലയിലെ കോറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട അധ്യാപകരുടെ ഉപവാസം. വരോട് KPS-MM സ്കൂളിലാണ് ഉപവാസം നടന്നത്. സമീപത്തെ മറ്റ് സ്കൂൾ അധികൃതരും സമരത്തിന് പിന്തുണയുമായി എത്തി. കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ മണ്ണാർക്കാടും തെങ്കരയിലും കുടിവെള്ളം മുടങ്ങും. മേജർ കുടിവെള്ള പദ്ധതിയുടെ കിണറ്റിൽ മണലും ചെളിയും നിറയുന്നതാണ് പ്രശ്നം. പദ്ധതി നിർമ്മാണത്തിൽ അപാകതയെന്നും ആരോപണം. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജികയും. കേരളത്തിൽ നിന്നും ക്ഷണം ലഭിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് C രാജിക. സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് പ്രസിഡന്റ്. ശബരിമല നിറ ഉത്സവത്തിന് ഇത്തവണ ആനമങ്ങാട് കുന്നിന്മേൽ ക്ഷേത്രത്തിൽ നിന്നും കതിർ കൊണ്ടുപോകും. കതിർക്കറ്റ സമർപ്പിക്കുന്നതിനായി ക്ഷേത്രം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.